ആദ്യത്തെയാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. നമ്മൾ +1 ആൽക്കീൻസിന്റെ ആൽക്കീൻസ് ഒക്കെ പഠിച്ചപ്പോൾ ആൽക്കീൻസിന്റെ ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ പഠിച്ചു. ഇവിടെ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുമ്പോൾ അതിൽ ഈ C+O ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, അതായത് C+O R. കീറ്റോൺസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ആൽഡിഹൈഡ് ആണെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ആൽഡിഹൈഡ്സും കീറ്റോൺസും നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ എന്ന് പറയുന്നത് എങ്ങനെയാ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ നോക്കുക? കാർബൺ ഡയറക്റ്റ് ആയിട്ട് എത്ര ആറ്റംസുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് അറൌണ്ട് ദ കാർബൺ ആറ്റം, അതാണ് കാർബൺ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഈ ഓക്സിജനുമായിട്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, ഇവിടെ ഒരു സിഗ്മ ബോണ്ട്, 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, പ്ലനാർ ആണ്. അതായത് നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ കാർബൺ, ഇപ്പുറത്തെ ഒരു കോർണറിൽ കാർബൺ, നേരെ നടുക്കിലായിട്ട് എന്താ പറയാ ഇങ്ങനെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഈ ഒരു കോർണറിൽ, ഇപ്പുറത്തുള്ള കോർണറിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ സെൻട്രലിൽ കാർബൺ, ഇങ്ങനെ. അതായത് എന്താണ്? ട്രയഗണൽ പ്ലനാർ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ട്രയഗണൽ പ്ലനാർ ആണ്, അല്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇനി ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, കാർബണിയൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർബണിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ഈ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഈ ഇലക്ട്രോൺസിനെ ഓക്സിജന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ഇനി ഈ ന്യൂക്ലിയോഫൈലിന്റെ പ്രസൻസിൽ, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോൺ പെയർ ഉള്ളത് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള സ്പീഷീസ് ആണ്. എന്താണ്? പോസിറ്റീവ് ചാർജ് സെൻട്രുമായിട്ട് ന്യൂക്ലിയർ ലവിംഗ് ആണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവ് സെൻട്രുമായിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ ഈ കാർബണിലേക്കാണ് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുക. അങ്ങനെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഫോം ചെയ്യും? RC. അപ്പൊ ഇങ്ങനെയുള്ള കാർബൺ, ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു R ഗ്രൂപ്പ് ഉണ്ട്, O-NU എന്നുള്ള രീതിയിൽ അറ്റാച്ച് ചെയ്യും. ന്യൂക്ലിയോഫൈല് ഈ കാർബണിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇപ്പൊ എത്ര സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്? കാർബൺ ആറ്റത്തിന്റെ ഇടയിൽ 4 സിഗ്മ ബോണ്ട് ഉണ്ട്. അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഒരു ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ O- ആണ്. വീണ്ടും ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ OH എന്ന് പറയുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഈ കാർബണിയൽ ഗ്രൂപ്പിലാണ് അവിടെ ആഡ് ചെയ്യണത്. C+O എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലാണ് അവിടെ ആഡ് ചെയ്യണത്. അവിടെ ഈ കാർബണിയൽ ഗ്രൂപ്പിൽ ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റർ ക്രിയേറ്റ് ചെയ്യും. അതായത് ഈ ഇലക്ട്രോഫിലിക് സെന്ററിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇങ്ങനെ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഫർദർ ആയിട്ട് ഇവിടെ എന്തുമായിട്ടാണ്? ഇതേപോലെ പ്രോട്ടോൺസ് ആയിട്ട് ഇലക്ട്രോഫൈലുമായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യണത്. അപ്പൊ ഒരു അഡീഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ ഫോളോ ചെയ്തിട്ട് ഒരു ഇലക്ട്രോഫിലിക് അഡീഷൻ H+ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ് അയോൺ നെഗറ്റീവിന്റെ സൈഡിലേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. ഇലക്ട്രോഫിലിക് അഡീഷൻ നടക്കും. പിന്നെ നമ്മൾ ഈ ഒരു റിയാക്ഷന്റെ പേര് കൊടുക്കുന്നത് ഏതാണ് ഫസ്റ്റ് ആഡ് ചെയ്യണത് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ ന്യൂക്ലിയോഫൈൽ ആണ് ഫസ്റ്റ് ആഡ് ചെയ്തത്, അതുകൊണ്ട് ഇത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ഇതേപോലെ കാർബണിയൽ ഗ്രൂപ്പിലേക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നടന്നിട്ട് എന്താണ്? ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അവിടെ നിന്ന് അത് സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. OHNU എന്ന് പറയുന്ന ടെട്രാഹെഡ്രൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും കാർബണിയൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് രണ്ടും ഇതേ രീതിയിൽ റിയാക്ട് ചെയ്യും. ഇനി നമുക്ക് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ആൽഡിഹൈഡ്സ് ആണെങ്കിൽ ഇവിടെ H ആണ്, കീറ്റോൺസ് ആണെങ്കിൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇതിൽ രണ്ടിലും ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് തരിക എന്നതാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടേക്ക് ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള സെന്റർ ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഗ്രൂപ്പുകൾ വലിയ വലിയ ഗ്രൂപ്പുകളാണെന്ന് വിചാരിക്കുക. ബൾക്കി ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും.
അല്ലെ? അപ്പൊ ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റെറിക് ഒരു ക്രൗഡിങ് ഉള്ളത് കൊണ്ട് ഇവിടെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അവിടെ ഈസി ആയിട്ട് അറ്റാക്ക് നടക്കും. അപ്പൊ ഇവിടെ ആൽഡിഹൈഡിനെയും കീറ്റോൺസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡിൽ ഒരു ഭാഗത്ത് ഹൈഡ്രജൻ ആണ്, അതുകൊണ്ട് ആൽഡിഹൈഡ്സിന്റെ റിയാക്ടിവിറ്റി ആയിരിക്കും കീറ്റോൺസിനേക്കാൾ കൂടുതൽ. കാരണം കീറ്റോൺസിൽ രണ്ട് സൈഡിലും ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ന്യൂക്ലിയോഫൈലിന് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ഇവിടേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ആൽഡിഹൈഡ്സ് വിൽ ബി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ദാൻ കീറ്റോൺസ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് ആൽഡിഹൈഡ് ആണ് കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് തരുന്നത്. കാരണം ആൽഡിഹൈഡില് സ്റ്റെറിക് ഹിൻഡ്രൻസ് കുറവാണ്. ന്യൂക്ലിയോഫൈലിന് ഈസി ആയിട്ട് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, നമുക്ക് വേറൊരു റീസണും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ ഈ കാർബൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ബോണ്ടിലത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓക്സിജനിൽ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് വരും. അതായത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാർബൺ സെൻട്രലിലേക്കാണ് എന്ത് പറയുന്നത്, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യണത്. ഇവിടെ രണ്ട് ഭാഗത്തും ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ്, കീറ്റോൺസിന്റെ കേസിൽ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് ഇതിന്റെ ഇലക്ട്രോഫിലിസിറ്റി ഒന്ന് കുറയും. അതായത് ഈ പോസിറ്റീവ് ചാർജിലേക്ക് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. അതായത് ഇതിന്റെ ഇലക്ട്രോഫിലിസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയോഫൈലിന് ഇവിടെ സ്ലോ ആയിട്ടേ വരുള്ളൂ. ഇവിടെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഫാസ്റ്റർ ആയിട്ട് ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇലക്ട്രോണിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ കീറ്റോൺസിലെ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് ഈ കാർബൺ ഇലക്ട്രോഫിലിസിറ്റി ഓഫ് ദ കാർബൺ ഡിക്രീസസ്. കാരണം ഈ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുമ്പോൾ കാർബണിലുള്ള ഈ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കുറയും. അതുകൊണ്ട് ഇവിടേക്ക് എന്താണ്, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള ടെൻഡൻസി ആൽഡിഹൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അപ്പൊ എങ്ങനെ വന്നാലും നമ്മൾ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിലും ആൽഡിഹൈഡ്സ് വിൽ ബി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ഓക്കെ, ആൽഡിഹൈഡ്സ് വിൽ ബി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ദാൻ കീറ്റോൺസ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആണ് കൂടുതൽ റിയാക്റ്റീവ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അതിന് നമ്മൾ രണ്ട് റീസൺ ആണ് പറഞ്ഞത്. ഒന്ന്, കീറ്റോൺസിന്റെ റിയാക്ടിവിറ്റി കുറയാനുള്ള കാരണം ഇതിൽ രണ്ട് ബൾക്കി ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ന്യൂക്ലിയോഫൈലിന് അറ്റാച്ച് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റില്ല. രണ്ടാമത്തെ റീസൺ, ഈ കാർബണിന്റെ ഇലക്ട്രോഫിലിസിറ്റി ഈ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരുന്നത് കൊണ്ട് കുറയുന്നു. ആ രണ്ട് റീസൺസ് കാരണം കീറ്റോൺസ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സിനേക്കാൾ ലെസ് റിയാക്റ്റീവ് ആയിരിക്കും ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കുക എന്നുള്ള മെക്കാനിസം നോക്കി. ഇനി ഓരോ എക്സാമ്പിൾ എടുത്തിട്ട് ഓരോന്നും ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കണേ എന്നുള്ളത്